ഹലോ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. വേടനെതിരെ പരാതിയുമായി യുവ ഡോക്ടർ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു വഞ്ചിച്ചു, ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വേടനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. പ്രേമബന്ധങ്ങളുള്ളവരും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലൊക്കെ ജീവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള പ്രേമബന്ധമായാലും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആയാലും ബ്രേക്കപ്പ് ആവുന്ന സിറ്റുവേഷനിൽ പെൺകുട്ടികൾ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യും. തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ BNS സെക്ഷൻ 69 പ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷയും ഫൈനും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു കുറ്റകൃത്യമാണ് അത്. പക്ഷേ ആ ഒരു ഫേക്ക് കേസ്, ഇത്തരത്തിൽ ഫേക്ക് കേസൊക്കെ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തെളിവെടുത്തതിന് ശേഷം ആ കേസിലെ പ്രതിയെ വെറുതെ വിടുന്നതാണ്. ഇപ്പം ഫേക്ക് കേസിൻ്റെ കാര്യമല്ല, അപ്പോൾ ഫേക്ക് കേസിനെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രധാന ഡിസിഷനുണ്ട്. മഹേഷ് ധാമു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയ്ക്കകത്ത് ഇങ്ങനെ ഫേക്ക് കേസസ് രണ്ടുപേരുടെയും സമ്മതപ്രകാരം ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുന്നു, എന്നിട്ട് പിന്നീട് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് കൊണ്ടുപോയി ഒരു കള്ള കേസൊക്കെ കൊടുക്കുന്നു. അങ്ങനെ അത്തരം കള്ള കേസുകളൊന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതിന് സുപ്രീം കോടതിയുടെ ഞാൻ ഈ പറഞ്ഞ കേസിൽ തന്നെ അതിനകത്തൊരു നല്ല അനുകൂലമായ ഡിസിഷനാണ്. ഫേക്ക് കേസൊന്നും ഫയൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ജെന്യൂൻ കേസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. കേസ് പ്രൂവ് ആയി കഴിഞ്ഞാൽ ചില പെൺകുട്ടികളെയൊക്കെ ഇതേണക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് കൊണ്ടുപോയി വഞ്ചിക്കാറൊക്കെ ഉണ്ട്, പീഡിപ്പിക്കാറൊക്കെ ഉണ്ട്. ജെന്യൂൻ കേസിൻ്റെ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. തെളിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. പക്ഷേ ഒരു ഫേക്ക് കേസ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഫേക്ക് കേസൊന്നും നിലനിൽക്കത്തൊന്നുമില്ല. നമുക്ക് വേണേൽ FIR കോഷ് ചെയ്യാനോ, ഫേക്കാന്ന് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ FIR കോഷ് ചെയ്യാനുള്ള നടപടികളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാം. ഒരു ഫേക്ക് കേസ് ആണെന്നത് പ്രൂവ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഫേക്ക് കേസ് കൊടുത്ത പെൺകുട്ടിക്കെതിരെ ക്രിമിനൽ ഡിഫോമേഷൻ ആയാലും സിവിൽ ഡിഫോമേഷനിൽ നമുക്ക് കോമ്പൻസേഷനൊക്കെ ചോദിച്ചുകൊണ്ട് കേസൊക്കെ ഫയൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ വിവാഹിതയായ പെൺകുട്ടികളും ചിലപ്പോൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു വഞ്ചിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളപ്പരാതികളും കേസും ഒക്കെ കൊടുക്കാറുണ്ട്. ആ ഒരു കാര്യത്തിലും നമ്മുടെ ഹൈക്കോടതിയുടെ ഡിസിഷൻ പ്രകാരം വിവാഹിതയായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അങ്ങനെ ഒരു കേസും ഒന്നും ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അത്തരം കേസൊന്നും നിലനിൽക്കത്തക്ക അല്ല.